തളിപ്പറമ്പിൽ പി.കെ. ശ്യാമളയ്ക്കെതിരെ വിമത സ്ഥാനാർത്ഥിക്ക് നീക്കം. ജില്ലയിലെ മുതിർന്ന നേതാവ് മത്സരിക്കാൻ ഒരുങ്ങുന്നതായാണ് സൂചന. പി.കെ. ശ്യാമളയ്ക്ക് സ്ഥാനാർത്ഥിത്വം നൽകിയതിലെ എതിർപ്പാണ് നീക്കത്തിന് പിന്നിൽ എന്നാണ് സൂചന. നിഖിൽ അളവൂർ ചേരുന്നുണ്ട് കണ്ണൂരിൽ നിന്നും. നിഖിലെ, പി.കെ. ശ്യാമളയുടെ പേര് വന്ന ഘട്ടത്തിൽ തന്നെ പ്രാദേശികമായും സോഷ്യൽ മീഡിയയിലുമൊക്കെ അണികൾ വലിയ തോതിലുള്ള എതിർപ്പാണ് ഉയർത്തിയിരുന്നത്. പക്ഷേ പട്ടിക പ്രഖ്യാപിക്കുമ്പോൾ ഈ ചോദ്യങ്ങൾ ഉയർന്നപ്പോൾ തന്നെ പ്രാദേശിക എതിർപ്പുകളൊക്കെ പ്രാദേശിക അഭിപ്രായങ്ങൾ എന്ന നിലയ്ക്ക് കണ്ടാൽ മതി എന്നായിരുന്നു സംസ്ഥാന സെക്രട്ടറി തന്നെ പറഞ്ഞിരുന്നത്. ഇപ്പോൾ അതൊരു വിമത നീക്കത്തിലേക്ക് എത്തുന്നു എന്ന് പറയുമ്പോൾ എന്താണ് അതിൻ്റെ അത്രയധികം ഗൗരവമുള്ള കാര്യം തന്നെയാണല്ലോ. ശ്യാമിലി, ഏതായാലും പി.കെ. ശ്യാമളയുടെ സ്ഥാനാർത്ഥിത്വത്തെ ഈ CPIM-ഉം അല്ലെങ്കിൽ ഈ പാർട്ടി സെക്രട്ടറിയുമൊക്കെ പറയുന്നത് പോലെ ആ നിലയ്ക്ക് അംഗീകരിക്കാൻ പ്രാദേശികമായി ഇപ്പോഴും CPIM-ന്റെ പ്രവർത്തകർ അല്ലെങ്കിൽ മുതിർന്ന നേതാക്കളിൽ പലരും തന്നെ തയ്യാറല്ല എന്നാണ് നമുക്ക് വ്യക്തമാകുന്നത്. ഏതായാലും അത്തരത്തിൽ വളരെ സജീവമായ നീക്കം നടക്കുന്നു. പി.കെ. ശ്യാമളയ്ക്കെതിരെ ഒരു വിമത സ്ഥാനാർത്ഥി എന്ന നിലയിൽ ഉണ്ടാവാനുള്ള സാധ്യത തെളിഞ്ഞു വരുന്നു എന്നുള്ളതാണ്. അതുമാത്രമല്ല, നമുക്ക് ഈ ഘട്ടത്തിൽ പേര് പറയാനാവില്ലെങ്കിൽ പോലും കണ്ണൂർ ജില്ലയിലെ ഏറ്റവും മുതിർന്ന CPIM നേതാവ് പി.കെ. ശ്യാമളയ്ക്കെതിരെ വിമത സ്ഥാനാർത്ഥിയായി വന്നേക്കാനുള്ള സാധ്യതയാണ് വളരെ സജീവമായി നിൽക്കുന്നത്. ഒരുപക്ഷെ നാളെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട ചില നീക്കങ്ങൾ ഉണ്ടാകുമെന്നതുകൂടി നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നുണ്ട്. തുടക്കത്തിൽ തന്നെ പി.കെ. ശ്യാമളയുടെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കപ്പെട്ട സമയത്ത് തന്നെ ഈ ജനങ്ങളുമായി പി.കെ. ശ്യാമളയ്ക്ക് വലിയ ബന്ധമില്ല എന്ന രീതിയിൽ വിമർശനം ഉയർന്നിരുന്നു. അതുമാത്രമല്ല, ഈ തളിപ്പറമ്പ് ആന്തൂർ ഈ ഒരു മേഖല കേന്ദ്രീകരിച്ചാണ് എല്ലായ്പ്പോഴും ഈ തളിപ്പറമ്പിലെ MLA ഉൾപ്പെടെയുള്ള സ്ഥാനങ്ങൾ നൽകപ്പെടുന്നത് എന്നൊരു വിമർശനമുണ്ട്. ഇത്തരം വിമർശനങ്ങൾ ഉയർത്തി പല സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ ഉൾപ്പെടെ ഇപ്പോഴും പുറത്തു വരുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ഇതെല്ലാം നിലനിൽക്കുമ്പോഴാണ് ജില്ലയിലെ പ്രമുഖനായ മുതിർന്ന നേതാവ് തന്നെ ഇത്തരത്തിൽ പി.കെ. ശ്യാമളയ്ക്കെതിരെ വിമത സ്ഥാനാർത്ഥിയായി എത്തിയേക്കുമെന്ന സൂചനകൾ വരുന്നത്. ഏത് നിലയ്ക്കായിരിക്കും ആ സ്ഥാനാർത്ഥിത്വം വരിക എന്നതൊക്കെ കണ്ടറിയേണ്ട കാര്യമാണ്. ഏതായാലും നാളെ തന്നെ ഒരുപക്ഷെ അതുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല.